നമസ്കാരം. ബിജു തച്ചേരിൽ. കിഴക്കൻ്റെ വെനിസ് ഇന്ന് പോകുന്നത് യൂറോപ്പിൻ്റെ പ്ലേ ഗ്രൗണ്ടിൽ കൂടെയാണ്. യൂറോപ്പിലെ പ്ലേ ഗ്രൗണ്ട് ഉണ്ടോ? ഏതാ? അതെ, യൂറോപ്പിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഒരേ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. ഈ സ്വിറ്റ്സർലൻഡ് വഴി ജർമ്മനിക്ക് പോകുന്ന യാത്രയിലാണ് ഞാൻ. ഈ ഒരു രാജ്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ യൂറോപ്പിൻ്റെ പ്ലേ ഗ്രൗണ്ട് എന്നറിയപ്പെടും, യൂറോപ്പിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന അത്രയധികം മനോഹരമായ ഒരു രാജ്യമാണ് ഇത്. ഇതിൽ മിനിമം സാലറി 20 ഫ്രാങ്കാണ്, സ്വിസ് ഫ്രാങ്ക്. ഏകദേശം ഒരു ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ 112 രൂപയാണ്. 112 ഇൻറ്റു 20 ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ 2250 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 18,000 രൂപ ഒരു ദിവസം കിട്ടുമെങ്കിൽ 4,50,000 രൂപ ഒരു മാസത്തെ സാലറി എന്ന മൂലം നമുക്ക് കണക്കൂട്ടാം. അവിടുത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള സാലറിയാണ്. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഏകദേശം പകുതിയിൽ കൂടുതൽ ചിലവുകളും വരുന്നുണ്ട്. എന്നിരുന്നാലും അവിടുത്തെ ഭൂപ്രകൃതിയും അത്ര മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അവിടുത്തെ വീടുകളുടെ ചരിവും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് കൗതുകം തോന്നും. അത്രയ്ക്കും അത് കൂരയൊക്കെ ചരിച്ച് ചെയ്യുന്നത് അതിൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഐസൊക്കെ വീഴുന്ന സമയത്ത് അത് നല്ലവണ്ണം ഐസ് പോകുവാൻ വേണ്ടിയിട്ട് കൂടെയാണ്. എന്നിരുന്നാലും ഈ യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ചകൾ ഇത്രയധികം സൗന്ദര്യമായിട്ടുള്ളതാണ്. അവിടുത്തെ അച്ചടക്കവും അവിടുത്തെ രീതിയും അത്രയ്ക്കും നല്ല പെർഫെക്റ്റോട് കൂടിയായിട്ടുള്ള ഒരു രീതികളും അവിടുത്തെ നിയമങ്ങളുമാണ്. അവിടുത്തെ ഓരോ പൗരന്മാരും അതാത് അവരവരുടെ ജോലി നോക്കി പോകുന്നു. അത് അത്രയ്ക്കും ഈ എക്കണോമിക്ക് ഉയരാൻ അവർക്ക് സാധ്യമാകും. കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ കാണപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനുകളും അടുത്ത ചെറിയ സിറ്റികളിലും മാത്രമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവർ ആരുടെയും പ്രശ്നങ്ങളിൽ ചെന്ന് തലയിടുവാനായിട്ടോ നമ്മുടെ തല കൊണ്ടുവന്ന് അവിടെ കക്ഷത്തി കൊണ്ട് കൊടുത്തിട്ട് വലിച്ചൂരാനായിട്ട് പ്രയാസപ്പെടുവാനായിട്ട് പ്രത്യേകിച്ച് ഇവർക്ക് സമയമില്ല. ആരുടെയും കഞ്ഞിക്കലത്തിൽ എന്താണ് വേവുന്നതെന്ന് എത്തി ഒളിഞ്ഞ് നോക്കാനോ അവരുടെ സ്വകാര്യതയിലേക്ക് നോക്കുവാനോ പോലീസ് ചമഞ്ഞ് നടക്കുവാനായിട്ടോ അവർക്ക് സമയമില്ല. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾ അവരവരുടെ ജീവിതത്തിൽ അവരവർ ജോലി ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ജീവിതം സുന്ദരമായിട്ടും സ്വർഗമായിട്ടും തീർക്കുവാൻ സാധിക്കത്തുള്ളൂ. ഭൂമിയിൽ ഉള്ള സ്ഥലങ്ങളെല്ലാം സ്വർഗമാക്കി തീർക്കുവാൻ അവരവരെ കൊണ്ട് സാധിക്കും എന്ന് അവരവർ തെളിയിക്കുന്നതാണ് ഈ വീഡിയോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ കാണുന്നത് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അടുത്ത വീഡിയോയുമായി കാണാം. ബിജു തച്ചേരിൽ. ബൈ.